ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം എവിടെയാണെന്ന് അറിയണ്ടേ? ഇത് കേരളത്തിലല്ല, കർണാടകയിലെത്തണം. കാണിച്ചത് വാ. ഇതാണ് കുട്ട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഇടുപ്പ് വാട്ടർഫാൾസ്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. എന്താ ഇന്ത്യൻസിന് 50, ഫോറിനേഴ്സിന് 110? അവർക്ക് അറിയില്ല. ഇത് സംഭവം കുറച്ചൊന്നല്ല കേട്ടോ നടക്കാനുള്ളത്, കുറച്ചധികം നടക്കാൻ. കുരങ്ങൻ ഏതോ അമ്പലാണെന്ന് തോന്നുന്നു. ആൽമരം. ഇടുപ്പ് വാട്ടർഫാൾസ്. ക്യാമറ എൻ്റെ കയ്യിലായതുകൊണ്ട് ഞാൻ കുറച്ച് പുറകിലാണ്. സെറ്റ് സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല ആ കാര്യത്തിൽ. Do not litter, it causes an immense damage to the forest. ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കുന്നു. ഇതിൻ്റെ വലിയ വെർഷൻസ് മുകളിലുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ നേരെ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. കാട്, കറുത്ത കാട്. മനുഷ്യനാദ്യം പിറന്ന വീട്. ഇതിന്റെ മുകളിലേക്ക് വാട്ടർഫാൾസ് ആണ്. ഇതിങ്ങനെ പോയിട്ട് മുകളിൽ നിന്ന് തിരിച്ചു വരുന്നത്. അവിടെ ഒരാളിരിക്കും. അയാൾ എന്തിനാ ഇരിക്കുക? നമ്മളെ കൂടെ വന്ന ആൾക്കാരെ കാണാനില്ല. എന്റെ പള്ളി ഇത് കയറണം. ഇല്ല, നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടോ? മൂപ്പരെ കൂടെ പോയിരുന്നു. മൂപ്പർക്ക് ഒരു കമ്പനി കൊടുക്കുന്നുണ്ടോ? നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ടു പീപ്പിൾസ്. ഒരാൾ പച്ചയാ, ഫോറസ്റ്റ് ആയിരിക്കും. ആൾ പച്ചയ്ക്ക് അടിച്ചിട്ടില്ല. ഓ മൈ ഗുഡ്നസ്. അയ്യോ, ഇത് സംഭവം കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. കുറച്ചൊന്നല്ല നടക്കാനുള്ളത്. ഇതിനകത്തൊരു അമ്പലമൊക്കെ ഉണ്ട്. ഇടുപ്പ് ശ്രീ രാമേശ്വര ടെമ്പിൾ. ഇനിയാണ് ശരിക്കുള്ള കവാടം, ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ജയേഷും സുധീറിന് തോണ്ട് പോകുന്നു.
അയ്യോ ഇനി മേലോട്ട് കയറാനുണ്ടായിരുന്നു. അവിടെ മുകളിലതാ ആ കാണുന്നൊരു വാട്ടർഫോൾസാണ്. ഓ മാൻ, സ്റ്റെപ്പ് കയറി കയറി മനുഷ്യന് മതിയായി. അടക്കാണ്ട ഫുൾ ആളുകൾ നിൽക്കുന്നുണ്ട്. എന്താ ഇതൊക്കെ ഇവിടെയുള്ള ഐറ്റംസാണ് കേട്ടോ എന്ന് തോന്നുന്നു. കൊല്ലാൻ കൊണ്ടുപോകണടാ. പറ്റുവാണെങ്കിൽ തീർക്കണം. കൊത്തരാജു വേടാ, കൊത്തരാജു. അയ്യോ ഇത്രയും ടോപ്പിലെത്തി. ഒരു സാധനം കൂടി കാണിച്ചാ. ഓയ് എൻ്റെ മോനെ, ഓ പ്രഭു, എന്താണ് നാം ഈ കാണുന്നത്? എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. അടിപൊളി കുളി ഭാഗത്തായി നമ്മൾ ലേഡീസ് ആയിരുന്നു കുളിക്കുന്ന വീഡിയോ അതിനകത്തുണ്ടല്ലോ അവിടെ വെള്ളം ചാടുന്നതിന് അതിൻ്റെ ഉൾഭാഗത്ത് പോയി നിന്ന് ഒരു രക്ഷയില്ല. ഏതാ സാധനം എന്നറിയോ, അത് വേറെ തന്നെ ഒരു വൈബായിരുന്നു. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരുത്തന്റെ കാല് കൊച്ചി പിടിച്ച് മസിൽ കയറിയ മസിൽമാൻ അതിന്റെ ലുപ്പില്ലേ. ഇവിടെ നിന്നൊക്കെ ഇറങ്ങണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. വേണ്ട, അതിന്റെ മുകളിലാണ് ഞാൻ അങ്ങോട്ട് ചാടിയത്. അപ്പൊ കുഴപ്പമില്ല. യെസ്, അങ്ങനെ വി ആർ ഗോയിങ്. ബൈ ബൈ. അങ്ങനെ വി ആർ ഗോയിങ് ഡൗൺ. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത എവിടേക്കാണാവോ. ഇതേപോലുള്ള പടിക്കെട്ടുകൾ കയറിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ദിസ് ഈസ് ദ സ്റ്റെയർകേസ്. ഇവിടെ ഉണ്ടായിരുന്നു ചെറിയൊരു വെള്ളച്ചാട്ടം.
എടാ ഇവിടെ ടൈം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 5 മണിയാണ്. 5:30 മണിയാകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യും അല്ലേ? ആ മേലെ നിന്നാണ് നമ്മൾ കുളിച്ചത്. അത് കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ചെവി അടഞ്ഞു. ഇതാ ദിസ് ചെവി, വലത്തെ ചെവി അടഞ്ഞു പോയി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കാം. കുളിച്ച് വന്നാൽ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ആ റേഞ്ച് ചെയ്യുന്ന റൂമാണിത്. അങ്ങനെ ഇതാ എന്തായാലും നിൻ്റെ പേരെന്തിരുന്ന? ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതിനോട് നമ്മൾ വിട പറയുന്നു. ബൈ ബൈ. അത് ഞാൻ പോകുന്ന എടുത്ത ഏതൊരു അമ്പലത്തിൻ്റെ പേരാണത്. ഇറങ്ങുന്ന സമയത്ത് വലിയൊരു കുഴപ്പമൊന്നും തോന്നുന്നില്ല. കയറുന്ന സമയത്ത് ഒരു രക്ഷയില്ല. ഉപ്പാടും പദപ്പാടും മതപ്പാടും സകലമാന പാടുകളും വന്നു. നട്ടുച്ച നേരത്താണ് ഇത് മൊത്തം കയറി ഇറങ്ങുന്നത്. പോകുന്ന വഴി ഈ പടിക്കെട്ടുകളൊക്കെ കയറി കയറിയാണ് വന്നത്. ആ പറഞ്ഞല്ലേ നമ്മളെ കൂടെ നമ്മളെ ഡ്രസ്സ് മാറ്റാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഫുള്ള് സുധിയേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ സുധിയേട്ടനെ കണ്ടില്ല. ഇയാൾ അങ്ങോട്ട് പോയി. സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഒരു ആ വഴി അത്രയും ദൂരം എന്തായാലും ആള് ഓടി എത്തൂല. ഇയാൾ വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയ. ഇനി oh my goodness, this is the പാലം ഓഫ് ദ തൂക്ക്. എൻ്റെ സില്ലെടുത്താൽ കുഴപ്പമില്ല. അവിടെ ആളെ ഒന്ന് നീ പെട്ടെന്ന് നിൽക്കോ. അങ്ങനെ തൂക്കുപാലത്തിലെ കളർ ഫോട്ടോസിന് ശേഷം വീണ്ടും താഴോട്ട് എങ്ങോട്ടൊന്നില്ലാതെ യാത്ര. കൂടെ വന്നവരെ കാണാനില്ല. ഇതൊക്കെ പോയാവോ അല്ലെങ്കിൽ താഴെ ഉണ്ടാവോ? നമ്മള് കുളിച്ച വെള്ളമൊക്കെ ഉണ്ടാവും. പോയിട്ടുണ്ടാവല്ലേ? നമ്മള് കുളിച്ച് പറഞ്ഞില്ല. ആ വെള്ളം ഇപ്പൊ താഴെ എത്തി. മരത്തിന്റെ ഒക്കെ ഒരു ഇതാണ് ഞാൻ. അയ്യോ 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 എടാ അവര് പിന്നെ എന്നെ അടിക്കാൻ വരൂ. ഈശ്വര അങ്ങനെ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ആ മലയുടെ മുകളിൽ എവിടെയാണ് നമ്മൾ പോയ വെള്ളച്ചാട്ടം. ആ കാണുന്ന മല. നമ്മൾ കയറിപ്പോയ കവാടം. What? രണ്ടാള് മലമുകളിൽ നിന്ന് ഓടി വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടുന്ന് മാഗി കഴിച്ച് ഉൾപ്പുളകം കൊള്ളുന്നു. ഇനി പറയൂ, എന്ത് തോന്നുന്നു? നല്ല ചൂടാണ് സത്യമായിട്ട്. വലിയ മോശം പറയാനുണ്ട്. അതെ, സ്ഥല വ്യത്യാസമുണ്ടോ?
ഭയങ്കര നല്ല ടേസ്റ്റ്. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അവിടെ സുദീപ് ബ്രോ സെറ്റല്ലേ? എല്ലാം റെഡി, അത് മാത്രം അറിഞ്ഞാൽ മതി. യെസ്, ഫുഡ് സ്ക്വയറോ നൈറ്റിൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. ഇല്ല, അവിടെ നിന്ന് ലേശം കാണുന്നുണ്ട്. ആ ബോസ്, അപ്പോൾ നമ്മൾ യാത്ര പറയാണ് നമ്മളെ സുഹൃത്ത്. അപ്പോൾ യാത്ര പറയാണ്. യെസ്, ജിതിൽ ബ്രോ. ജിതിൽ ബ്രോ. അപ്പോൾ നമസ്കാരം. നിങ്ങളുടെ എല്ലാ വ്ളോഗിനും എല്ലാവിധ ആശംസകളും. നമ്മളെ ഉണ്ണിയപ്പത്തിന്റെ മെയിൻ ആള് മൂപ്പരാ. ഉണ്ണിയപ്പത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഫുൾ സെറ്റ് മൂപ്പരാണ്. നമ്മളെന്ന് പറഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതലായിട്ട് പക്ഷെ അത് നമ്മളെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് പുതിയൊരു അറിവായിരിക്കും അത്. കാരണം ഞാൻ എല്ലാവിധ മംഗള ആശംസകൾ നേരുന്നു. താങ്ക് യു. ലിങ്ക് ഞാൻ വേറെ ഓക്കെ ബൈ. ഒടുവിൽ അവസാനം വണ്ടി പുറപ്പെട്ട സ്ഥലത്തിന് ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. മാഫി മുഷ്കിൽ അതന്നെ. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഫുൾ കളറാക്കി. ആ സാധനങ്ങൾ മൊത്തം ഇതിനകത്ത് വരും. ഇനി ബാക്കി നാളെ സുധേട്ടൻ ഉണ്ടാവില്ല. പക്ഷെ രാവിലെ സുധേട്ടനെ കാണിച്ചിട്ട് നമ്മൾ ടാറ്റ ബൈബൈ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുള്ളൂ. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി തിരിച്ച് നാട്ടിലേക്ക്. അത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.